ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ ഇനി ഒരൊറ്റ ദിവസം കൂടെ ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്. ഇനി ഫ്രണ്ട്സിനെയൊക്കെ അവിടെ പോയി തപ്പണം. എനിക്ക് ഏത് രീതിയിലുള്ള ഫ്രണ്ട്സൊക്കെ കിട്ടുമെന്ന് പറഞ്ഞൂടാ. ഇനി ഞാൻ പഴയ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. അവരൊക്കെ ഇപ്പം എന്നെടുക്കണോ എന്തോ. അപ്പോൾ ഇനി ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇപ്പം നമ്മൾ ഞങ്ങൾക്ക് NSSന്ന് ഫ്രീ ആയിട്ട് ബുക്കൊക്കെ കിട്ടും. എനിക്കും പഠനോപകരണങ്ങൾ അതൊക്കെ കിട്ടും. മേടിക്കാൻ പോവാ. അപ്പോൾ അത് മേടിക്കാൻ പോവാണ്. അതിന് മുമ്പ് നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ, വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു ഷോപ്പിൽ കയറും. അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ച് ഇവിടെ കയറിയിട്ട് NSSൻ്റെ ആ പ്രോഗ്രാമിന് പോവുകയാണ്. കാരണം ഞങ്ങൾ 3 മണിയായപ്പോൾ ഇറങ്ങി. അവിടെ പ്രോഗ്രാം 4 മണിക്കാണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് പോകുന്നതായിരിക്കും എളുപ്പം. ഞാനല്ല അവിടെ 2 മണിക്കൂർ പരിപാടി കാണും. കാരണം അവിടെ ഇങ്ങനെ സമ്മാനദാനം, എനിക്ക് +1 +2 SSLC അതിൻ്റെയൊക്കെ ട്രോഫിയൊക്കെ കൊടുക്കുന്നതുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയായാലും അത് കുറച്ച് നേരം കാണും. 2 മണിക്കൂറൊക്കെ കാണും. അപ്പോൾ ഇവിടുന്ന് അവിടെ പോയിട്ട് ഇവിടെ വരാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറിയിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ കുറച്ച് കറണ്ടില്ല, അതിൻ്റെ ചെറിയ ക്ലാരിറ്റി കുറവും ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വീട്ടിൽ വെച്ചാണ് NSS നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കടയുടെ അവിടെയുള്ള ഒരു വീട്ടിലാണ്, ഞങ്ങളുടെ അടുത്താണ് ഞങ്ങളുടെ റേഷൻ കടയുടെ അവിടെയുള്ളൊരു വീട്ടിലാണ് സമ്മേളനം. അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ കുറേ ആൾക്കാരുണ്ട്, കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്നിട്ടും ഞങ്ങൾ വന്നിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടായി സമ്മേളനം തുടങ്ങിയത്. 4:30 തുടങ്ങിയപ്പോൾ അങ്ങനെ ഗസ്റ്റൊക്കെ വന്നിരുന്നു. ഇങ്ങനെ ഒരു പ്രസംഗം, ആദ്യം ദേശീയഗാനം അല്ലല്ലോ, പ്രയറൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരെ അനുമോദിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് ഫ്ലവറൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ്. അങ്ങനെ ട്രോഫിയൊക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ക്ലാസ് വൈസ് പിള്ളേരെ വിളിക്കുകയാണ്. അങ്ങനെ അവസാനം എൻ്റെ പേര് ആഷ്മിയെ മുമ്പ് വിളിച്ച്, പക്ഷേ ആഷ്മിക്ക് വരെ അവർ എഴുതിയ പേര് അഷ്ടമി പിള്ള എന്നായി പോയി. ആഷ്മി പിള്ളയ്ക്ക് അവനെ അവളുടേത് കൂടെ എൻ്റെ അടുത്ത് എന്നോട് വെച്ചാൽ നിനക്കൊരു അനിയത്തിയും കൂടി ഇല്ലേ, അവളുടെ പേര് ഞാൻ വിളിച്ചിട്ട് എന്താ വരാഞ്ഞെന്ന്. ഞാൻ വെച്ച് അവളുടെ പേര് വിളിച്ചില്ലല്ലോ. അങ്ങനെ അവർ ആ പേര് എന്നെ എഴുതിയ പേര് കാണിച്ച്, അപ്പോൾ അവർ അഷ്ടമി എന്നാണ് എഴുതി. അതുകൊണ്ടാണ് നമ്മൾ ചെല്ലാൻ. ഞാൻ പിന്നെ അവളുടെ പേരൂടെ അവളുടെ സാധനം കൂടെ എൻ്റെ കൈ തന്നു വിട്ട്. അങ്ങനെ ഞങ്ങളതെല്ലാം വാങ്ങിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരു ചേച്ചിക്കൊക്കെ ട്രോഫിയൊക്കെ കിട്ടി +2. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഈ ചേച്ചിക്കാണ് കിട്ടിയത്. കൊച്ചിനെ മടിയിരുത്തിയ ചേച്ചിക്കാണ് +2 അത് കിട്ടിയത്. പിന്നെ ആ സാധനങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പഴംപൊരി വന്ന് അത് ഞങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നെ അടിച്ചേൽപ്പിച്ച് കഴിപ്പിച്ച്. ഈ ചായ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ കുടിക്കാത്തത് കൊണ്ട് ഞാൻ ചായ വാങ്ങിച്ചില്ല. ഞങ്ങൾ ആരും കഴിച്ചില്ല. ആഷ്മിക്ക് ആ പഴംപൊരിയും വേണ്ടായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ച്. എനിക്ക് പക്ഷേ ഈ പഴംപൊരി അത്ര ഇഷ്ടമല്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ച്. പിന്നെ ചായ ഉണ്ട്, പക്ഷെ ഞാൻ ചായ കുടിക്കത്തില്ല. രാവിലെ ഒരു ചായ, പിന്നെ ഞാൻ ചായ ആ ദിവസം ഞാൻ കുടിക്കത്തില്ല. എനിക്കിഷ്ടമാണ്, എനിക്ക് ചായ ഇഷ്ടം, പക്ഷെ രാവിലെ മാത്രമേ കുടിക്കത്തുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഞാൻ വൈകുന്നേരം ഒരു തേയിലവെള്ളം അല്ല കാപ്പി, അതും വല്ലപ്പോഴും. പിന്നെ ഇത് പകുതിയായപ്പോൾ എനിക്ക് വേണ്ടതായി. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു. സന്ധ്യയായി. ഞങ്ങൾ പിന്നെ മഴയുണ്ട്. സന്ധ്യയാണ്, ഉച്ചയ്ക്ക് കണ്ട് പോയത്. പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സന്ധ്യയായി. അപ്പോൾ ഞങ്ങൾക്ക് ബുക്കൊക്കെ കിട്ടി. ഇനി അവിടെ നിന്ന് എന്തൊക്കെയാണ് കിട്ടിയെന്ന് കാണാം. ഇതെനിക്ക് കിട്ടിയത്, ഇത് ആഷ്മിക്ക് കിട്ടിയത്. എനിക്ക് കുറച്ച് തോനെയുണ്ട്. ഹൈസ്കൂളല്ലേ. ആഷ്മിയുടെ ബുക്ക് കാണിച്ചേ. എന്ത് പേര് ഐസ്ക്രീം എന്തിനാ? എന്നില്ല, ഇത് കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. മിക്കോ എവിടെ പോവാ എൻ്റെ മിക്കു മോള്? അയ്യോ എൻ്റെ അമ്മച്ചി, ഇറങ്ങ ഐസ്ക്രീം കുഞ്ഞിനെത്തുള്ളില്ലാതെ.
ഇട ബുക്ക് കൂടെ കാണിച്ചിട്ട് നമുക്ക് എടുക്കാം. ആഷ്മിയുടെ ബുക്ക് അതല്ലയോ? ആ അടിപൊളി ബുക്കട്ടെ. എല്ലാം ഇതാടേ. വരയുണ്ട്. എന്നാലും കുഴപ്പമില്ല, കിട്ടുന്നില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഏതായാലും കുറേ ബുക്കുണ്ട്. ആഷ്മിക്ക് കുറേ ബുക്കുണ്ട്, പക്ഷെ ബുക്ക് വാങ്ങിക്കണ്ടല്ലോ. ഓ എൻ്റെ ദൈവമേ, കണ്ടോ ഇത്രയും കാര്യങ്ങൾ ആഷ്മിക്ക് കിട്ടി. 5ാം ക്ലാസ്സിന് നമ്മുടെ NSSന്ന് കിട്ടിയതാണ്. നമ്മുടെ 5ാം ക്ലാസ്സുകാരിക്ക് കിട്ടിയതാണ് NSSന്ന്. നില്ല എത്ര ബുക്കാടി? 2 1 2 3 4 5 6 7 8 9 10 ബുക്കും ഒരു പാക്കറ്റ് 4 ലൈന് 2 ലൈന് സിംഗിൾ ലൈന് എല്ലാം ഉണ്ട്. നമ്മളെന്തായാലും ഓൾറെഡി ബുക്കെല്ലാം മേടിച്ച് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞു. പിന്നെ ഒരു പെൻസില്, പേന, പിന്നെ നെയിം സ്ലിപ്പ്. ഇനിയിപ്പം 8ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് കറുപ്പ് പേന, നീല പേന, കറുപ്പ് മഷി, നീല. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഞാൻ ഇവിടുന്ന് ഓർത്തോണ്ട് പോയ ജോമെട്രിക്കൽ ബോക്സ് വാങ്ങിക്കണോന്ന്. കഴിഞ്ഞ വർഷത്തെ ഉണ്ടെന്നും പറഞ്ഞിരുന്നില്ലയോ? അത് നമ്മൾ അന്നേ പറഞ്ഞല്ലോ. ഇവരെ എവിടെ പോയി മേടിക്കണം. ഇന്ന് എന്തായാലും മറന്നു പോയത് കാര്യമേ. ഇന്നും മറന്നത് എന്തായാലും NSSന്ന് കിട്ടി. അവര് പറഞ്ഞില്ല നിനക്ക് ഇത് തരാൻ കേട്ടോ. അവര് നിനക്ക് മറക്കാതെ നീ പോകുമ്പോ ഇതിന്റെ ഒരു കുറവ് വേണമെന്ന് പറഞ്ഞ് അവരത് ഓർമ്മിച്ച് അവർക്ക് എന്തായാലും ഒരു ബോക്സ് കിട്ടുക. എന്തായാലും വലിയ കാര്യം. ശരിക്കും ഞാൻ മറന്നുപോയി കേട്ടോ. ഇവിടുന്ന് പോയപ്പോഴും നീ ഓർമ്മിച്ചെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ മറന്നുപോയി. നീ ഓർത്തില്ല, ആരും ഓർത്തില്ല. അത് പഴുത്. ബുക്ക് എത്ര ഉണ്ട്? ബുക്ക് കുറേ ഉണ്ടല്ലോ. നിനക്ക് വേണ്ട. ബുക്കെല്ലാം സൂക്ഷിച്ച് പറക്കി വെച്ചാൽ നമുക്ക് അടുത്ത വർഷമായിട്ട് ഉപയോഗിക്കാം. ഈ വർഷത്തേക്ക് ആവശ്യത്തിന് ബുക്ക് മേടിച്ചു. കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലെ കിട്ടിയായിരുന്നു. പക്ഷേ 12 ബുക്കും ഇൻസ്ട്രുമെന്റ് ബോക്സും ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ NSS നമുക്ക് കിട്ടി. പക്ഷേ ഇപ്രാവശ്യം ലേറ്റായിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ കിട്ടിയോണ്ട് ഇപ്രാവശ്യം ഇത്ര ലേറ്റാണ് ഞാൻ വിചാരിച്ച് കാണത്തില്ലായിരിക്കും ഇപ്രാവശ്യം. പക്ഷെ എന്തായാലും ഇപ്രാവശ്യം ലാസ്റ്റ് ആയാലും തന്നു. പെട്ടെന്ന് നിങ്ങളുടെ അപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ അതിന് മുമ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.